സമര പോരാട്ടത്തിൽ സജീവമായി പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഒരാൾ. അയാളെ കണ്ടിട്ട് സ്വഹാബത്ത് പറഞ്ഞു മൂപ്പര് സ്വർഗത്തിലായിരിക്കും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഇടപെട്ടിട്ട് പറഞ്ഞു, ആരാ പറഞ്ഞു സ്വർഗത്തിലാണ്? നിങ്ങൾ എങ്ങനെ പറഞ്ഞെങ്കിൽ അയാൾ നരകത്തിലാണ്. നേതാവ് അങ്ങനെ പറഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ലല്ലോ. നമുക്ക് അങ്ങനെ തോന്നും, സജീവമായി ഓടുന്ന വോളണ്ടിയേഴ്സ് അങ്ങനെയൊക്കെ തോന്നുമല്ലോ, ഭയങ്കര സംഭവമല്ലോ. മൂപ്പര് നരകത്തിലാണെന്ന് പ്രഖ്യാപനം വന്നു. സ്വഹാബത്ത് പിന്നെ നിരീക്ഷിക്കാൻ തുടങ്ങി. നിരീക്ഷണം തുടർന്നു. പെട്ടെന്ന് ഒരു ശത്രു വീശിയ വാളിൽ ഇയാൾക്ക് ചെറിയൊരു മുറിവേറ്റു. യുദ്ധത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ആ മുറിവ് ചെറുതാണ്, ചെറിയ മുറിവ്. ആ മുറിവ് ഇങ്ങനെ രക്തമൊലിച്ച് മൂപ്പർക്ക് വേദന സഹിക്കാൻ പറ്റുന്നില്ല. വാളങ്ങനെ കുത്തനെ വെച്ച് അതിലങ്ങ് കിടന്ന് ആത്മഹത്യ ചെയ്തു. ഇപ്പൊ മനസ്സിലായി എന്ന് പറഞ്ഞാൽ കൗൺസിലിൽ പദ്ധതി പൂർത്തിയാക്കാത്തത് ചോദ്യം ചെയ്തതിന്റെ പേരിൽ ഒഫീഷ്യൽ ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് ആയി മലയാളം. അത്ര തന്നെ, വേറെ ജനറൽ ബോഡിക്ക് എന്തോ ചോദിച്ചതിന്റെ പേരിൽ മൂപ്പര് പറയാ ഇനി ആ കമ്മിറ്റിയിലില്ല. അപ്പൊ ആരുടെയോ പുകയത്തല്ല മൂപ്പരുടെ പ്രവർത്തനങ്ങൾ. അതിങ്ങനെ ഊതി വീർത്ത് ഹൈഡ്രജൻ ബലൂണായപ്പോ ഒരു മുട്ടസൂചി കൊണ്ട് കുത്തിയപ്പോൾ പൊട്ടി. ഇങ്ങനെയല്ല നമ്മൾ പ്രവർത്തിക്കേണ്ടത്. ഇതിനല്ല നമ്മുടെ പ്രവർത്തനം. ആരുടെ പുകയത്തല്ലോ അല്ല.